പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചെറിയ ഒരു ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം, 61, 62. ലൂക്കോസ് വളരെയധികം കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. പ്രത്യേക 57-ാം വാക്യം മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ആഗ്രഹിച്ച 3 പേരെയാണ് നമ്മൾക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. അതിൽ മൂന്നാമത് എത്തിയ ആളെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടായിരുന്നു. അവർ ചിലർ വിമർശിക്കുവാനും ചിലർ യേശുവിനെ യഥാർത്ഥമായി അനുഗമിക്കുവാനും ആഗ്രഹിച്ചു. അവരിൽ ചിലർക്ക് യേശുക്രിസ്തുവിനെ അനുഗമിക്കത്തക്ക രീതിയിലേക്ക് അവരുടെ മനസ്സ് പാകപ്പെട്ടു വരുമ്പോൾ അവർ വന്ന് യേശുവിനോട് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ആദ്യത്തെ 2 പേരും അനുഗമിക്കുന്ന കാര്യം പറഞ്ഞു. മൂന്നാമത്തവൻ്റെയാണ് ഇന്നിവിടെ ചിന്തിക്കുന്നത്. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം. അനുഗമിക്കുന്നതിൻ്റെ ഉള്ളിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ സത്യത്തിൽ ഇവർ തിരിച്ചറിഞ്ഞില്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു എന്തെല്ലാം ചെയ്യുന്നുവോ അതിനെല്ലാം നാം പിൻപറ്റേണ്ടത് ആവശ്യമാണ്. നമ്മൾ മനുഷ്യനെ അനുഗമിക്കും, മനുഷ്യനെ പലപ്പോഴും അനുഗമിക്കാറുണ്ട്, ചിലരെ നമ്മൾ പിന്തുടരാറുണ്ട്. എന്നാൽ ചില മണിക്കൂറുകൾ മാത്രമേ നമ്മൾക്ക് പിന്തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ മാത്രമേ അവരെ പിന്തുടരുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിനെ നാം പിന്തുടരേണ്ടത് ജീവനുള്ള കാലത്തോളം നാം പിൻപറ്റണം. അനുഗമിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ആരുടെ പുറകെയാണോ നമ്മൾ പോകുന്നത് അവരുടെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ നമ്മളും ജീവിതത്തിൽ പകർത്തണം. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രീതികളും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളും നാം എന്ത് ചെയ്യണം? അനുഗമിക്കണം. എന്താണ് ദൈവവചനം നമ്മളോട്? പലപ്പോഴും ദൈവമക്കളാകുന്ന പലരും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവർ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നില്ല അല്ലെങ്കിൽ പിന്തുടരുന്നില്ല. അവർ ഈ ലോകത്തെയാണ് പിന്തുടരുന്നത്. അത് നമുക്ക് താഴോട്ട് വരുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ ആ മൂന്നാമൻ പറയാണ്, ആദ്യം അവന് പറയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ എനിക്ക് ആദ്യം ഒരു കാര്യം ചെയ്യുവാനുണ്ട്. എന്താണ്? എനിക്ക് വീട്ടിലുള്ളവരോട് യാത്ര പറയണം. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ അനുഗമിച്ചവരെല്ലാം, ആ ശിഷ്യന്മാരെല്ലാം എന്ത് ചെയ്യാണ്? അവർ യേശു വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ, അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നും ആലോചിച്ചില്ല. ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, ഭാര്യയോട് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് നടക്കത്തില്ല. മക്കളുടെ കാര്യം ഓർത്താൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഇതൊക്കെ ഓർത്തു പോയാൽ അനുഗമിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ പ്രാരാബ്ദവും പ്രയാസവും ഒക്കെ ഓർത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ ശരിയായി അനുഗമിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഇതൊന്നും ഓർക്കാതെ വേണം യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ. ഇവിടെ ഈ മനുഷ്യൻ പറയാണ്, ആദ്യം ഞാൻ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ എനിക്ക് അനുവാദം തരണം. കർത്താവെ, അങ്ങേ ഞാൻ അനുഗമിക്കാം, പക്ഷെ എന്ത് ചെയ്യണം? എനിക്ക് വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് യാത്ര പറയുവാൻ തക്കവണ്ണം അനുവാദം തരണം എന്നാണ് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിനെ, നമുക്കറിയാം, പത്രോസിനെ യേശുക്രിസ്തു വിളിക്കുമ്പോൾ പത്രോസ് കിട്ടിയ മീനും വലയും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്? യേശുക്രിസ്തുവിൻ്റെ പുറകെ പോയത്. ശിഷ്യന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ പുറകെ പോയത്, യേശുക്രിസ്തു വിളിച്ചപ്പോൾ. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷെ ഈ 3 പേരും അവർ പല പല കാരണങ്ങൾ യേശുക്രിസ്തുവിനോട് പറയാണ്. ഒരാൾ പറഞ്ഞു, എൻ്റെ അപ്പനെ എന്ത് ചെയ്യണം? ഒഴിച്ചിടണം എന്ന് പറയുന്നു. മറ്റൊരാൾ മറ്റൊന്ന് പറയുന്നു. മൂന്നാമൻ പറയാണ്, എനിക്ക് യാത്ര പറയണം. നമ്മുടെ മുൻകാല കാര്യങ്ങളെല്ലാം, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നാം ഉപേക്ഷിച്ചിട്ട് വേണം
യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പഴയകാല സാഹചര്യങ്ങൾ എടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൂടെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. നമുക്കറിയാം, വീട്ടിൽ ചെന്നാൽ അവൻ വീട്ടിൽ കർത്താവിൻ്റെ പുറകെ ഞാൻ പോകാൻ പോവുകയാണ് എന്ന് യാത്ര പറഞ്ഞ് അവരിറങ്ങുമ്പോൾ അവര് നിരുത്സാഹപ്പെടുത്തും, അവന്റെ യാത്ര മുടങ്ങും. യേശുക്രിസ്തു പറയുന്നത് അതിന്റെ ആവശ്യമില്ല. ആദ്യം നീ യാത്രയൊന്നും പറയാൻ നിൽക്കണ്ട, നീ കടന്ന് പോരുക. ചിലർ പറയും എല്ലാം ശരിയായിട്ട്, ദൈവജനമൊക്കെ ചിലരോട് പറയുമ്പോൾ ചിലർ പറയും കേട്ടതൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്തില്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിയും, പക്ഷേ കുറച്ചുകൂടെ കഴിയട്ടെ. ചിലർ പറയും ഞങ്ങൾ പ്രായമൊക്കെ ആകുമ്പോൾ, ചിലർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പ്രായമൊക്കെ ആകുമ്പോൾ ദൈവസന്നിധിയിൽ വന്നാൽ മതിയല്ലോ, അപ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ എത്തിയാലും അതിനുള്ള അവസരം ദൈവത്തില്ല, നമുക്ക് തരികയില്ല. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, ദൈവവചനം കേട്ടിട്ട് ഇത് ശരിയാണ് എന്ന് തോന്നുമ്പോൾ ആ നിമിഷം തീരുമാനമെടുത്തുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇറങ്ങിത്തിരിക്കണം. തീരുമാനങ്ങൾ ദൃഢമാകണം. തീരുമാനങ്ങൾ ദൃഢമല്ലെങ്കിൽ നമുക്ക് കർത്താവിനോട് കൂടെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ശിഷ്യത്വത്തിൻ്റെ പാത എന്ന് പറയുന്നത് അത് ദൃഢനിശ്ചയമാണ്. യേശുക്രിസ്തുവിൻ്റെ പിറകെ പോകുന്നത് ദൃഢനിശ്ചയമെടുത്തുകൊണ്ടാണ്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്തുകൊണ്ടല്ല, അവിടെ ചെന്ന് ചില കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് വരുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത 10-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ കാണുന്നു, അനന്തരം കർത്താവ് 70 പേരെ നിയമിച്ചു, വേറെ 70 പേരെ നിയമിച്ചു എന്നാണ് കാണുന്നത്. അതായത് ഈ 3 പേരെന്തില്ല, ആ കൂട്ടത്തിൽ പെടുന്നവരല്ല, ഇറങ്ങിത്തിരിച്ച 70 പേരെയാണ് കർത്താവ് നിയോഗിച്ചത്. സുവിശേഷം പറയുവാൻ തക്കവണ്ണം നിയോഗിച്ചത് വേറെ ആളുകളെയാണ്. എന്ന് പറഞ്ഞാൽ ഉപാധി പറയുന്ന അല്ലെങ്കിൽ ഒഴികഴിവുകൾ പറയുന്ന ആളുകളെ കർത്താവിന് വേണ്ട എന്നാണ് പറയുന്നത്. നമ്മളോട് ദൈവം പറയുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ ചെയ്യാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നാം ചെയ്യുന്നുവെങ്കിൽ അവരെ ദൈവത്തിനു വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഒഴിവ് കഴിവുകളെ പറയുന്നവർ ദൈവത്തിനു വേണ്ട. നാം ഒഴിവ് കഴിവുകൾ പറയുന്നവരാണെങ്കിൽ, ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളെ ദൈവത്തിനു വേണ്ട. അവരോട് ഇനിയും സുവിശേഷം പറഞ്ഞാലും അവർ ദൈവസന്നിധിയിൽ വരികയും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, ഞാൻ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പുറകോട്ട് നോക്കുന്ന ആളുകൾ, ഈ മനുഷ്യൻ പുറകോട്ട് നോക്കുന്ന മനോഭാവമുള്ള അല്ലെങ്കിൽ ആ സ്വഭാവം ഉള്ളവനായിരിക്കാം. അവന്റെ ജീവിതത്തിന്റെ പല വഴികളിലും അവൻ പല തീരുമാനങ്ങൾ എടുത്തവനായിരിക്കാം. എന്നാൽ ആ തീരുമാനങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചവനായിരിക്കാം എന്ന് നാം മനസ്സിലാക്കണം. കാരണം കർത്താവിന് അവനെ അറിയാമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം നിന്നെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല എന്നാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം. നമുക്കറിയാം, പുറകോട്ട് നോക്കുന്നവനെയൊന്നും ദൈവരാജ്യത്തിന് വേണ്ട, ദൈവസഭയ്ക്ക് വേണ്ട, വിശ്വാസിയായിട്ട് വേണ്ട. പുറകോട്ട് നോക്കുന്നവർക്കെല്ലാം അപകട സാധ്യതകളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം വണ്ടി ഓടിക്കുന്നവരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരും മുന്നോട്ട് നോക്കിയാ വാഹനം ഓടിക്കുന്നത്, അല്ലേ? പുറകോട്ട് ഒരു നിമിഷം തെറ്റിപ്പോയാൽ അപകടം സംഭവിക്കും. അശ്രദ്ധമായി അല്ലെങ്കിൽ പുറകോട്ട് നോക്കി വാഹനം ഓടിച്ചാൽ അപകടമുണ്ട്. ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ വന്നിട്ട് പുറകോട്ട് നോക്കിയാൽ അപകടമുണ്ട്, അനർത്ഥമുണ്ട്, പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിക്കുന്നത് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. എന്നാൽ അതിൽ നിന്ന് നാം പിന്തിരിഞ്ഞു പോയാൽ അപകട സാധ്യതയുണ്ട്. പിന്തിരിയുക എന്ന് പറഞ്ഞാൽ പുറകോട്ട് നോക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നാം ദൈവത്തെ സ്തുതിക്കാതെ മാറി നിന്നാൽ, നമ്മൾ പ്രാർത്ഥിക്കാതെ മാറി നിന്നാൽ, ആരാധനകൾക്ക് കടന്നു വരാതിരുന്നാൽ, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, ദൈവം അപ്പോൾ തരുന്ന ബോധ്യങ്ങൾ നമുക്ക് ഹല്ലേലൂയ ചെയ്യുവാൻ കഴിയാതിരുന്നാൽ നമുക്ക് അപകടമുണ്ട്, അപകട സാധ്യതകളുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവസഭകൾ ഉള്ളതുകൊണ്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പല അനർത്ഥങ്ങളും അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ പോകുന്നു. എന്നാൽ
നാം പ്രാർത്ഥിക്കാത്ത ചില നിമിഷങ്ങൾ ഉണ്ടാകാം. ചില വ്യക്തികളെ ദൈവം മറന്നു കളയുന്ന ചില നിമിഷങ്ങൾ, ചില വ്യക്തികൾക്ക് നാം ഇത് ചെയ്യും, പ്രാർത്ഥനയിൽ മറന്നുപോകും. അനർത്ഥങ്ങൾ ദൈവം അവരിലേക്ക് കൊണ്ടിടും. ആ കൊണ്ടിടുമ്പോഴാണ് നാം അവരെ മറന്നു പോകുന്നത്. അപ്പോൾ നോക്കുക, ദൈവസന്നിധിയിൽ നാം കടന്നു വന്നെങ്കിൽ നാം പിന്തിരിഞ്ഞു പോകരുത്. അപകട സാധ്യതയുണ്ട്. പിന്തിരിഞ്ഞു നോക്കുന്നവർക്ക് നേരായി നടക്കുവാൻ തക്കോണം കഴിയുകയില്ല. ദൈവസന്നിധി വന്നിട്ട് നമ്മൾ നേരായാണ് നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ നാം പിറകോട്ട് നോക്കി നടക്കുന്നവരാണ്. നമുക്കറിയാം, കടൽ തീരത്തൂടെ, നമ്മുടെ കാൽപ്പാടുകൾ പതിയുന്ന കടൽ തീരത്തൂടെ നാം ഒന്ന് നടന്നിങ്ങനെ നേരെ പോവുക, നേരെ നടക്കാം എന്ന് നാം വിചാരിച്ചിങ്ങനെ നടക്കുക. പക്ഷേ കുറച്ചു നേരം നാം പുറകോട്ടൊന്ന് നോക്കി നടക്കുക എന്ന് വിചാരിക്കുക. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്ത് ചെയ്യാം? ആ പാത വളഞ്ഞായിരിക്കുമ്പോൾ. അതുകൊണ്ട് നാം പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് വിശ്വാസത്തിൽ നിന്ന് നാം അകന്നകന്നകന്നു പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നല്ലവണ്ണം പ്രാർത്ഥിച്ചതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ മീറ്റിങ്ങുകളിലും കടന്നു വന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവവചനം വായിച്ചവരാണ്. കഴിഞ്ഞ നാളുകളിൽ ആരാധനയ്ക്ക് ഒരു മുടക്കവും കൂടാതെ കടന്നു വന്നവരാണ്. പക്ഷെ നാം എന്ത് ചെയ്യുന്നു? നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നാം പിന്തിരിഞ്ഞു പോകുന്നത് അവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, കലപ്പയ്ക്ക്, അതായത് ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മൾ തീരുമാനമൊക്കെ എടുത്തതാണ്. ഇനിയും നമ്മൾ എന്ത് ചെയ്യാം? ഒരു മീറ്റിംഗ് പോലും മുടക്കത്തില്ല, ഞാൻ ഇനിയും പ്രാർത്ഥന മുടക്കത്തില്ല, ഇനിയും ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ, എന്നും ദൈവവചനം വായിച്ചിട്ടേ കിടക്കുകയുള്ളൂ എന്ന് പല തീരുമാനങ്ങളും എടുത്തിട്ട് നമ്മൾ എത്ര നാളുകളായി നമ്മുടെ പ്രാർത്ഥനകൾ മുടങ്ങി? നമ്മൾ എത്ര നാളുകളായി നമ്മുടെ വചനം ധ്യാനിക്കുന്നത് മുടങ്ങി? ഇതൊക്കെ മുടങ്ങിയത് നമ്മുടെ അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. നാം പുറകോട്ട് നോക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ മുൻപോട്ടാണ് നടക്കുന്നത് എന്ന് നാം വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇത് പുറകോട്ടാണ് നടക്കുന്നത്. നമ്മൾ കണ്ടില്ലേ, ചില ഈ കളിസ്ഥലങ്ങൾ, ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുമ്പം അവിടെ മതിലിൻ്റെ സൈഡിൽ അതൊന്നും കാണാതെ തിരിഞ്ഞിരുന്ന് വർത്താനം പറയുന്ന ആളുകൾ. കളി അവിടെ നടക്കുന്നുണ്ട്, പക്ഷേ ഇതുപോലെയാണ് നമ്മൾ തിരിഞ്ഞിരിക്കുക. നമ്മുടെ വിചാരം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളിയിലോട്ട് നോക്കും. ഗോൾ അടിക്കാറാകുമ്പോൾ ആളുകൾ ആരവം കൂട്ടുമ്പോൾ നമ്മൾ നോക്കും. എന്ന് പറഞ്ഞാൽ വലിയ ആരാധനയൊക്കെ, ബഹളമൊക്കെ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ 2 അന്യഭാഷയും 2 ഹല്ലേലൂയൊക്കെ പറയും. ഇത് തന്നെയാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം പുറകോട്ട് നോക്കരുത്. നമുക്കറിയാം, കലപ്പ, നമ്മൾ പഴയ ആളുകൾക്ക് എല്ലാം അറിയാം. അപ്പോൾ കലപ്പ കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ചിഹ്നമാണ് ഈ കലപ്പ. ഈ കലപ്പ ഉഴുകുന്ന, അല്ലെങ്കിൽ കലപ്പ കൊണ്ട് നിലം ഉഴുതുന്ന കർഷകൻ എപ്പോഴും മുൻപോട്ട് നോക്കിയാണ് അവൻ അത് ചെയ്യുന്നത്. കാരണം ഓരോ ചാലുണ്ട്, ഓരോ ചാലിലും എന്ത് ചെയ്യുക? ഈ കലപ്പ കൊണ്ട് മറിച്ചിടുക അവിടുത്തെ ആ മണ്ണ്. അടുത്തത് വരുന്നത് ആ കറക്റ്റ് ആ മറിഞ്ഞതിൻ്റെ തൊട്ടിപ്പുറത്താണ്. എന്നാൽ നോക്കുക, അപ്പോൾ അവൻ ആ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരുപക്ഷെ വെള്ളം നിറഞ്ഞ പാടമായിരിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ ചാല് അവൻ്റെ മനസ്സിലുണ്ട്. ആ ചാല് ശ്രദ്ധിച്ചാണ് ആ കർഷകൻ ഉഴുത് ആ നിലം മറിക്കുന്നത്. അവൻ ഒരു പക്ഷേ അവൻ പുറകോട്ട് നോക്കിയാണ് ചില മിനിറ്റുകൾ അവൻ ഉഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവൻ ആ കറക്റ്റ് ആ ചാലിൽ കൂടെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകുവാനായി സാധിക്കത്തില്ല. കാളയെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാള അടുത്ത പാടത്ത് കയറും. കർഷകൻ കലപ്പയുമായിട്ട് എന്ത് ചെയ്യും? മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പുറകോട്ട് നോക്കുന്നവൻ, കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പുറകോട്ട് നോക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ വന്നിട്ട് അശ്രദ്ധമായി പോകുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. എന്ന് പറഞ്ഞ് അവൻ പള്ളി വരാതിരിക്കത്തില്ല, പാട്ടുപാടാതിരിക്കത്തില്ല, കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളോർക്കും മുൻപോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നില്ലോ? പുറകോട്ടാണ് പോകുന്നത്. നമ്മുടെ ദിശ തെറ്റി പോകുവാനുള്ള സാധ്യതയുണ്ട്. കർഷകനെതിയും വീഴും. അപ്പോൾ ദൈവരാജ്യത്തിന് യോഗ്യരല്ല എന്ന് യേശു ക്രിസ്തു മുന്നറിയിപ്പ് തരുകയാണ്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ പോലും ദൈവരാജ്യത്തിന് നമ്മൾ കൊള്ളാതെ ആകുന്നവരാക്കി തീർക്കുകയാണ്. ഒരു ചെറിയ അശ്രദ്ധ, ചെറിയൊരു വീഴ്ച, നമ്മുടെ ചെറിയൊരു സംസാരമായിരിക്കാം, ചെറിയൊരു പ്രവൃത്തിയായിരിക്കാം, ഇതാരെങ്കിലും വേദനിപ്പിക്കുന്നു എങ്കിൽ അതൊരു വീഴ്ചയാണ്, വലിയ വീഴ്ചയാണ്. നമ്മൾ ചെറുതെന്ന് കരുതുന്ന ആ ചാല് ഒന്ന് തെറ്റിപ്പോയാൽ അതൊരു വലിയ വീഴ്ചയാണ്.
നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നടന്ന ഒരാളാണ്. പുറകോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയം കൊണ്ട് പുറകോട്ട് നടന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ലോത്തിന്റെ ഭാര്യ ലോത്തിന്റെ പുറകിലായിരുന്നു എന്ന് പറഞ്ഞാൽ കയറി വന്ന വഴികളിലെ അവൾ കഴിഞ്ഞ നാളുകളിൽ സ്വരൂപിച്ച ലോകത്തിന്റെ വിലപിടിപ്പുള്ള പല കാര്യങ്ങളും അവളുടെ വീട്ടിലുണ്ടായിരുന്നു. അതിനെ ഓർത്ത് അവൾ തിരിഞ്ഞു നോക്കി അവൾ ലോത്തിന്റെ പുറകെയായിപ്പോയി. ഒപ്പം സഞ്ചരിക്കേണ്ട ലോത്തിനോട് ഒപ്പമെത്താതെ പുറകെ പിന്നിലായി അവളുടെ ഓട്ടം. പിന്നിലായി. എന്തുകൊണ്ട് പിന്നിലായി? അവൾ തിരിഞ്ഞു നോക്കി ഓടിയത് കൊണ്ടാണ് അവൾ പിന്നിലേക്ക് പോയത്. തിരിഞ്ഞു നോക്കി ഓടുമ്പോൾ, നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഒരിക്കലും നാം തിരിഞ്ഞു നോക്കുവാനോ സൈഡിലേക്ക് നോക്കുവാനോ ഇടയാകരുത്. തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ഓട്ടം അവൾ ഉപ്പുതൂണായി പോയി എന്നാണ്. ദൈവത്തിന്റെ ന്യായവിധി ആരംഭിക്കുമ്പോൾ ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത അവളിൽ ഉണ്ടായി. ന്യായവിധി ആരംഭിച്ചപ്പോൾ ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത അവളെ അലട്ടി. ഞാൻ ഓടി രക്ഷപ്പെടുമ്പോൾ എൻ്റെ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നവൾ ചിന്തിച്ചത് കൊണ്ട് അവൾക്ക് ഉപ്പുതൂണായി മാറേണ്ട അവസ്ഥ വന്നു. അതിന് അനന്തര ഫലങ്ങൾ വളരെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. മോവാബും അമോന്യരും അവൾ തിരിഞ്ഞു നോക്കിയതിൻ്റെ പരിണിത ഫലം. ഒപ്പം യാത്ര ചെയ്ത് ലോത്തുമായി അനുഗ്രഹം പ്രാപിക്കേണ്ട അവൻ്റെ ഭാര്യ വലിയൊരു ദുരന്തത്തിന് കുടുംബത്തിലേക്ക് അവൾ നയിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ അശ്രദ്ധമായ ചില തിരിഞ്ഞുനോക്കലുകൾ, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നതാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടെങ്കിൽ ഒന്നും ഓർക്കണ്ട, നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ പുറകോട്ട് ഇനിയും നോക്കരുത്. തീരുമാനമെടുത്തുകൊണ്ട് കർത്താവേ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനോട് ക്ഷമിച്ചിട്ട് ഇനിയും ഞാൻ കലപ്പയ്ക്ക് കൈവച്ചിരിക്കുകയാണ്, ഇനിയും ഞാൻ പുറകോട്ട് നോക്കുകയില്ല, മുൻപോട്ട് നോക്കുവാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നാം ഇടയാകണം. അതില്ലെങ്കിൽ നമ്മൾക്ക് വലിയ പ്രതിസന്ധികളുണ്ടാകും. പിശാച് നമ്മളെ പിടിക്കും. പിശാച് നമ്മളെ ക്രൂരമായി നമ്മളെ തട്ടിക്കളിക്കും. നാം കണ്ടിട്ടില്ലേ, എലിയൊക്കെ പൂച്ച തട്ടിക്കളിക്കുന്നത് പോലെ പിശാച് നമ്മളെ തട്ടിക്കളിക്കും. നാം പിന്തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ പിശാച് നമ്മളെ തകർത്ത് കളയും. നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരത്തിൽ നമുക്ക് സംരക്ഷണമൊന്നുമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധനയ്ക്ക് വരാതെ പാട്ടുപാടാൻ പ്രാർത്ഥിക്കാതെ ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ വന്നെന്ന് പറഞ്ഞാലും ദൈവസന്നിധിയിൽ നാം നേരോടെ നിൽക്കുന്നില്ലെങ്കിൽ പിശാചനെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ദൈവജനത്തിൽ നമ്മൾ കാണുന്നു. ഇത് പറഞ്ഞാൽ ഒന്നി നന്നായിക്കോണം, അല്ലെങ്കിൽ ഇതോടെ അപ്പോൾ നാം ഇത് ചെയ്യരുത്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കിയാൽ ഉയരത്തിലുള്ളത് നഷ്ടപ്പെടും. ഉയരത്തിലുള്ള നഗരത്തിലേക്ക് ഓടിക്കയറുവാൻ തക്കവണ്ണം ലോത്തും ഭാര്യയും മക്കളുമായി ഓടിയെങ്കിൽ അവൾ പുറകോട്ട് നോക്കിയത് കൊണ്ട് ഉയരത്തിലുള്ള നഷ്ടപ്പെട്ടു. നാം പുതിയ നിയമവിശ്വാസികളാൽ നാം ഉയരത്തിലേക്ക് ഓടുന്നുവെങ്കിൽ, ഉയരത്തിലേക്കാണ് നമ്മുടെ നോട്ടമെങ്കിൽ നമുക്ക് ഉയരത്തിലുള്ളത് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉയരത്തിലുള്ളത് പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അവരെ ചെങ്കടൽ കടന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്ത് ചെയ്തു? അവർ മിസ്രൈമിലുണ്ടായിരുന്ന ഉള്ളിയുടെയും ഇറച്ചിക്കലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് അവർ പുറകോട്ട് നോക്കി. കടന്നു വന്ന ഒരു കടലിനപ്പുറമുള്ള രാജ്യത്തേക്ക് നോക്കി കഴിഞ്ഞ കാലത്തെ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചു. അവരുടെ മനസ്സ് അവിടേക്ക് പോകും. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതിൽ അവർ അഭിമാനം കൊണ്ടതുകൊണ്ട് മരുഭൂമിയിൽ ദൈവം തകർത്തുകളഞ്ഞു. പിന്തിരിഞ്ഞു നോക്കിയവരെ ദൈവം മരുഭൂമിയിൽ തകർത്തുകളഞ്ഞു. മനസ്സ് അവിടെയും ശരീരവും ഇവിടെയുമായി ഇസ്രായേൽ മക്കൾ അങ്ങനെ ജീവിച്ചു. ദൈവം അവരെ ന്യായം വിധിച്ചു. അവരുടെ ജീവിതം, അവരുടെ തിരിഞ്ഞുനോട്ടം വിശ്വാസത്തിൻ്റെ പോരായ്മയാണ്. അങ്ങനെയുള്ള പോരായ്മകൾ, അത് ഈ തിരിഞ്ഞുനോട്ടം എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതല്ല. നമ്മൾക്ക് ക്രമാനുഗതമായി നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചെറിയ വീഴ്ചകൾ പോലും കർത്താവേ
ഞാൻ പുറകോട്ട് നോക്കുന്നതിന് കാരണമാകരുത് എന്ന് നാം ദൈവത്തോട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതം വെച്ചുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ്റെ കൊണ്ട് നമുക്ക് കഴിയുകയില്ല. ശിഷ്യത്വം എന്നത് പുറകോട്ട് നോക്കുന്ന അനുഭവമല്ല, നോക്കാതിരിക്കുന്നതാണ് ശിഷ്യത്വം. പുറകോട്ട് നോക്കാതിരിക്കുന്നതാണ് ശിഷ്യത്വം. നമ്മൾ ഹല്ലേലൂയ ശിഷ്യത്വത്തിൻ്റെ നിഘണ്ടുവിൽ പിന്തിരിയുക എന്നൊരു വാക്കില്ല, പിന്തിരിഞ്ഞു നോക്കുക എന്നൊരു വാക്കില്ല. നമ്മളൊരു വിശ്വാസിയാണോ, നാം എന്ത് ചെയ്യണം? പിന്തിരിയാതെ ജീവിക്കണം. അത് നിലമുഴുന്ന കാര്യത്തിലാണെങ്കിലും ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നാം പിന്നോട്ട് നോക്കുന്നവരാണ് എന്ന് വരരുത്. നാം മുൻപോട്ട് തന്നെ നാം നോക്കണം. പിന്നോട്ട് നോക്കുന്നത് വലിയ അപകടമാണ്. നമ്മൾ ദൈവരാജ്യം നാളത്തേക്ക് മാറ്റിവെക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും പലരും രക്ഷപ്പെടാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്ന് ഉദ്ദേശിച്ച സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മീകമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്തതിൻ്റെ കാരണം അവരുടെ ചില ബാധ്യതകളെ, അവർ ചെയ്യാനുള്ള ചില ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെ വിചാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ, കർത്താവേ എനിക്ക് അങ്ങയോട് വരുവാൻ തക്കോണം, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം കഴിയാതെ പോകുന്നു, ഞാൻ പിന്നെ വരാം എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ നാളത്തേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല എന്ന് തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അവരോട് അനുവാദം അല്ലെങ്കിൽ യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ദൈവരാജ്യത്തിന് കൊള്ളാത്തവനല്ല എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അവരെ കൂടാതെ വേറെ 70 പേരെ എന്ത് ചെയ്തത്? ദൈവം തെരഞ്ഞെടുത്തത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1 ആ വാക്യം വായിച്ചു. എബ്രായ ലേഖനം 12-ാം സകല ഭാരവും ദൈവരാജ്യത്തിൽ കയറി പ്രവേശിച്ച ആൾ എന്ത് ചെയ്യണം? സകല ഭാരവും, അതായത് ഭാരം കൊണ്ട് നമുക്ക് ഓടാനായിട്ട് സാധിക്കത്തില്ല. ഭാരം എടുത്തുകൊണ്ട് നമുക്കൊരിക്കലും ഓടാൻ, ഭാരമുള്ള നമുക്കറിയാം ഓട്ടക്കാർ അയഞ്ഞ വസ്ത്രങ്ങളും വളരെ ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ് അവരുപോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാരം കൊണ്ട് നമുക്ക് ഓടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങൾ, അതായത് കഴിഞ്ഞ നാളുകളിൽ നാം ചെയ്ത പാപങ്ങൾ, അത് നമ്മളിങ്ങനെ മുറുകെ പറ്റിപ്പിടിച്ചിരിക്കുക, ഇത്തിൽ കണ്ണി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാപങ്ങളെ വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ മുന്നോട്ടാണ് ഓടുന്നത്, പക്ഷേ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മളെ പിടിച്ചവിടെ വെച്ചിരിക്കുക. അതുകൊണ്ട് ഓട്ടം നമുക്ക് ഓടാൻ പറ്റുന്നില്ല. നമ്മൾ ഓടുക, ഈ നമുക്കറിയാം ഈ പശുവിനെയും ആടിനെയും ഒക്കെ കയറെ കെട്ടി, ഇത് ഓട്ടവും ചാട്ടമാണ്, ഭയങ്കര ചാട്ടവും ഓട്ടവും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു റൗണ്ടിൻ്റെ അകത്ത് കിടന്ന് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഓടാൻ പറ്റത്തുള്ളൂ. ഈ പഴയ പാപവും മുറുകെ പറ്റുന്ന ഭാരവും, മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും കൊണ്ട് ഓടിയാൽ ദൈവരാജ്യത്തെ നമുക്ക് സ്ഥിരതയോടെ ഓടാൻ പറ്റത്തില്ല. നമ്മളെന്ത് ചെയ്യും? വട്ടം കറങ്ങും, ലക്ഷ്യം നമ്മൾ തെറ്റും, ലക്ഷ്യത്തിലേക്ക് ഓടുന്നില്ല, വട്ടത്തിൽ കിടന്ന് ഓടുകയും നമുക്ക് ഓടാൻ കഴിയത്തില്ല, നമ്മൾ മറിഞ്ഞു വീഴും. സത്യത്തിൽ നാം എന്താണ്? ഭാരവും പാപവും വെച്ചുകൊണ്ട് നമ്മൾ ഓടുന്നത് മുൻപോട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്കിൽ നമ്മൾ ഓടുന്നത് പിൻപോട്ടാണ്. പിന്നിലേക്ക് തിരിഞ്ഞിട്ട് നമ്മൾ ശരിയായ പാതയാണെന്ന് വിചാരിച്ച് നാം ഓടുന്നത് പിന്നോട്ടാണ്. നാം ക്രിസ്തുവിലേക്ക് നാം ഓടണം എന്നാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ലക്ഷ്യത്തിലായിരിക്കണം. ഒരു വാക്യോട് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു, മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മുടെ ഓട്ടം, നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ നമ്മുടെ ഓട്ടം ആ പരമവിളിയുടെ വിരുദിനായി നമ്മുടെ ലാക്കിലേക്ക്, ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ അതായത് ക്രിസ്തുവിലേക്ക്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിലേക്കായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് നാം ഒരു വേള നാം പിന്തിരിഞ്ഞ് നോക്കിയാൽ, നമ്മൾ നോക്കുന്നത് ചിലപ്പം ഒരു നിമിഷമായിരിക്കും പിന്നിലേക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ പാപമായിരിക്കാം ആ പിന്തിരിഞ്ഞു നോട്ടം. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലർക്ക് ചെറിയ വിലയാണെങ്കിൽ ചിലർക്ക് ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഉണ്ടാകരുത്. നാം എന്ത് ചെയ്യണം? നമ്മളെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കാത്തവരായി നാം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകണം. നമുക്കറിയാം 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട്
തെസ്സലോനിക്കയിലേക്ക് പോയി എന്ന് അവിടെ കാണും. ഈ ലോകത്തെ സ്നേഹിച്ച ഒരു വ്യക്തി, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തെസ്സലോനിക്കയിലേക്ക് ഒരു മനുഷ്യൻ ഒരു വേട്ടപ്പട്ടിയെ വാങ്ങി അതിനെ ഒന്ന് പരീക്ഷിക്കുവാൻ തക്കവണ്ണം അവൻ കാട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടു. ആ വേട്ടപ്പട്ടി ഓടിപ്പോയപ്പോൾ ഒരു കരടിയുടെ മണം അതിന് കിട്ടി. ആ കരടിയുടെ പുറകെ അത് ഓടി. അപ്പോൾ ആ കരടിയുടെ പാതയിൽ മറ്റൊരു പുള്ളിമാൻ്റെ ഗന്ധം പോയി. ആ ഗന്ധത്തിൻ്റെ പുറകെ പുള്ളിമാൻ്റെ ആ ഗന്ധത്തിന് പിറകെ വേട്ടപ്പട്ടി പോയി. അങ്ങനെ പല ദിക്കിൽ ഒരു മുയലിനെ കണ്ടു. ആ മുയലിൻ്റെ ഗന്ധം കടന്നു വന്നു. അങ്ങനെ പോയി ഈ വേട്ടപ്പട്ടി ചെന്ന് നിന്നത് ഒരു എലിയുടെ മാളത്തിലാണ്. ലക്ഷ്യം കരടിയായി, പക്ഷെ എത്തപ്പെട്ടത് എലിയുടെ മാളത്തിലാണ്. അങ്ങനെ നാം ആകരുത്. കാരണം എന്ന് പറഞ്ഞാൽ നാം ദൈവരാജ്യത്തിൽ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് വലിയ കാര്യങ്ങളൊക്കെ എടുത്താണ് നാം ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ നാം ഇന്ന് നിൽക്കുന്ന അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം. നാം ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. ആ വലിയ കരടിയുടെ ലക്ഷ്യമായിരുന്നു ആ വേട്ടപ്പട്ടിക്കുണ്ടായിരുന്നതെങ്കിൽ ഏറ്റവും നിസ്സാരമായ ലക്ഷ്യത്തിലേക്ക് ആ വേട്ടമൃഗം എത്തപ്പെട്ടു. നോക്കുക, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിസ്സാരമെന്ന് നാം കരുതുന്ന ചില കാര്യങ്ങൾ അത് നിസ്സാരവൽക്കരിച്ചതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് താഴേക്ക് വന്നു. നമ്മൾക്ക് ആത്മീയ ലോകത്ത് സംഭവിക്കുന്ന വലിയൊരു മൂല്യച്യുതിക്ക് കാരണം ഇതാണ്. വ്യത്യസ്തങ്ങളായ അനുഭവത്തിൽ കൂടെ പിശാച് നമ്മളെ കാണിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഘട്ടം ഘട്ടമായി താന്നു പോവുകയും ഏറ്റവും അവസാനം ദൈവരാജ്യത്തിൽ നിന്ന് നാം പുറത്താകപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും നാം ഇടയാകരുത്. നാമും കർത്താവായ യേശു ക്രിസ്തുവിൽ ആ ദൈവരാജ്യത്തിലേക്ക് നാം എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പിന്തിരിഞ്ഞു നോക്കുവാൻ തക്കോണം ഇടയാകരുത്. ഹല്ലേലൂയ. പിന്തിരിഞ്ഞാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കോണം ഇടയാകണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തില്ല. നമുക്ക് നോക്കുക, ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ പുറകെ വരാൻ അനുവാദം വീട്ടിൽ ചോദിക്കട്ടെ എന്ന് പറയുന്നത് തെറ്റാണോ? ഒരിക്കലും തെറ്റല്ല. പക്ഷെ കർത്താവ് പറയുന്നു, നീ ദൈവരാജ്യത്തിന് അതായത് മറ്റാലോചനകൾ ആലോചിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്നെ ദൈവരാജ്യത്തിന് വേണ്ട എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ദൈവം നമ്മളോട് എന്താണോ പറയുന്നത് അത് ചെയ്ത് ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അന്നേ നടക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ.